വാസസ്സു തന്തു ഇതു പഞ്ഞി ഇതാദിമൂലഭൂതപ്രഘാതം ഇതും ഓർക്കുകിലിപ്രകാരം ബോധത്തിൽ നിന്നു വിലസുന്നു മരുസ്ഥലത്തു പാദസ്സു പോലെ പരമാവധി ബോധമത്രേ. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ ഗുരുസാഹിതി കുടുംബത്തിലെ എല്ലാ ആത്മമിത്രങ്ങൾക്കും എൻ്റെ സ്നേഹവന്ദനം. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ അദ്വൈത ദീപിക എന്ന ദാർശനിക കൃതിയിലെ മൂന്നാമത് ശ്ലോകത്തിന്റെ പഠനത്തിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണ്. വാസസ്സു തന്തുവിതു പഞ്ഞീത് ആദിമൂല ഭൂതപ്രഘാതമിതും ഓർക്കുകിലിപ്രകാരം ബോധത്തിൽ നിന്നു വിലസുന്നു മരുസ്ഥലത്തു പാദസ്സു പോലെ പരമാവധി ബോധമത്രേ. വാസസ്സു തന്തുവിതു പഞ്ഞിയിതാദിമൂല ഭൂതപ്രഘാതമിതുമോർക്കുകിലിപ്രകാരം ബോധത്തിൽ നിന്നു വിലസുന്നു മരുസ്ഥലത്തു പാദസ്സു പോലെ പരമാവധി ബോധമത്രേ. ഇതാണ് ശ്ലോകം. ആദ്യമായി നമുക്ക് ഇതിലെ പദാനുപദ അർത്ഥം പരിശോധിക്കാം. വാസസ് എന്ന് പറഞ്ഞാൽ വസ്ത്രം എന്നാണ് ഇതിന്റെ അർത്ഥം. തന്തു നൂല്, ഇത് ഈ പറഞ്ഞ നൂല്, പഞ്ഞി ഇത് ഈ പഞ്ഞി, ആദിമൂലഭൂതപ്രഘാതം സൃഷ്ടികാരണമായ ഭൂതവസ്തുക്കളുടെ കൂട്ടം. ഓർക്കുകിൽ ചിന്തിച്ചു നോക്കിയാൽ ഇതും ഈ ആദിമൂല ഭൂതപ്രഘാതവും ഇപ്രകാരം ഇതുപോലെ തന്നെ ബോധത്തിൽ നിന്ന് വിലസുന്നു, അറിവിൽ നിന്ന് വിലസുന്നു, അല്ലെങ്കിൽ വിലാസം ചെയ്യുന്നു. മരുസ്ഥലത്ത് പാദസ്സു പോലെ, മരുഭൂമിയിൽ വെള്ളം പോലെ, പരമാവധി ആത്യന്തികമായി ചിന്തിച്ചു നോക്കിയാൽ ബോധമത്രേ, ബോധം മാത്രമായി അവശേഷിക്കുന്നു, അല്ലെ ബോധം മാത്രം അവശേഷിക്കുന്നു. ഇതാണ് ശ്ലോകത്തിന്റെ പദാനുപദ അർത്ഥം. അപ്പൊ ഇത് വളരെ ഗഹനമായൊരു താത്വിക കൃതിയാണ്. ദാർശനികം എന്ന് പറയുമ്പോൾ താത്വികം, ഇത് രണ്ടും ഒരേ അർത്ഥമാണുള്ളത്. താത്വികം എന്ന് പറഞ്ഞാൽ തത് എന്ന് പറഞ്ഞാൽ അത്, അതായി ഉള്ളതെന്ന് പറയുമ്പോൾ അത് എന്ന് പറയുന്നത് നമ്മൾ ബ്രഹ്മത്തെയാണല്ലേ, അറിവിനെയാണ് യഥാർത്ഥത്തിലുള്ളത്. പിന്നെ സാധാരണ ഈ ബ്രഹ്മവാദികൾ ബ്രഹ്മം എന്ന് പറയുന്നത് പിന്നെ ശരിക്കും ബ്രഹ്മത്തെ അറിഞ്ഞ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നവരല്ല, അറിവ് വടിവാർന്നു നിൽക്കുന്ന ഊർജ്ജസത്ത എന്ന രീതിയിലാണ് ബ്രഹ്മത്തെ മനസ്സിലാക്കി തരുന്നത്. എന്നാൽ അത് അത്രത്തോളം ജ്ഞാനമില്ലാത്ത ആളുകൾ ബ്രഹ്മത്തെ ഒരു ദൈവഭാവം കൊടുത്താണ് സങ്കല്പിക്കുന്നത്. അപ്പൊ അതിൻ്റെ ഒരു പിന്നെ ബ്രഹ്മത്തിന് തന്നെ വിഗ്രഹരൂപങ്ങൾ നൽകി ദൈവങ്ങളെ പല രീതിയിൽ കൃഷ്ണനായിട്ടും വിഷ്ണുവിൻ്റെ മറ്റവതാരങ്ങളായിട്ടും ശിവനായും ദേവിമാരായിട്ടും ഉപദേവന്മാരായിട്ടൊക്കെ അത് പഠനത്തിൻ്റെ സൗകര്യാർത്ഥം ഓരോ സാമ്പ്രദായികമായ ഗ്രന്ഥങ്ങളിൽ അവതരിപ്പിക്കുന്നുണ്ട്.
പക്ഷെ അതല്ല നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. ബ്രഹ്മത്തെ, ശുദ്ധജ്ഞാനം, ശരിയായ അറിവ് എന്ന അർത്ഥത്തിൽ തന്നെയാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ ഒരു ശ്ലോകത്തിന്റെ വ്യാഖ്യാനത്തിലേക്ക് കടക്കുവാൻ. ഇവിടെ കാര്യകാരണ വിചാരത്തിലൂടെ പ്രാപഞ്ചിക ഇന്മയുടെ, ഇന്മ എന്ന് പറയാൻ ഉണ്മയില്ലായ്മ എന്നാണ്. ഉണ്മ എന്ന് പറയാൻ അതിന്റെ ആ സ്വത്വസ്വരൂപത, ഇന്മ എന്ന് പറയുമ്പോൾ സ്വത്വസ്വരൂപത ഇല്ലാത്ത, ഉണ്മയില്ലാത്ത, അതാണ്. പ്രാപഞ്ചിക പ്രതീതികൾക്കൊന്നും തന്നെ ഉണ്മയില്ല എന്നാണ് നാം പഠിച്ചിട്ടുള്ളത്. ഗുരുദേവൻ അതാണ് നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഉണ്മയില്ലാത്ത അവസ്ഥയെ ഇന്മ എന്ന് മനസ്സിലാക്കുന്നത്. അതിനെ ഉദാഹരണ സഹിതമുള്ള വിശദീകരണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കി തരികയാണ് ഗുരു ചെയ്യുന്നത്. ഈ ശ്ലോകത്തിലും അത് തന്നെയാണ് നിർവഹിക്കപ്പെട്ടിരിക്കുന്നത്. കാര്യകാരണ വിചാരം നടത്തുന്നു. എന്നിട്ട് ആ കാര്യകാരണ വിചാരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെല്ലാം ഉണ്മയില്ലാത്തവയാകുന്നു എന്ന് ഗുരു സമർത്ഥിക്കുകയാണ്. അതിനിവിടെ വസ്ത്രത്തെയും അതുപോലെ തന്നെ മരീചികയെയും ഉദാഹരണമാക്കിയിരിക്കുന്നു. വസ്ത്രമാണ് പ്രധാന ഉദാഹരണം. വസ്ത്രം നമ്മൾ നഗ്നത മറയ്ക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്, അതൊരു വസ്തുവാണ്. ആ വസ്ത്രത്തെ നമ്മൾ പല രൂപങ്ങൾ കൊടുത്ത് ഡ്രസ്സുകളായി നമ്മൾ തുന്നിയാണ് ഇടുന്നത്. അത് പിന്നെ ഓരോരുത്തരുടെ പ്രായത്തിൻ്റെയും ശരീരത്തിൻ്റെ പ്രകൃതിയുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് വസ്ത്രങ്ങൾ നമ്മൾ ഉണ്ടാക്കി ധരിക്കുന്നത്. അപ്പൊ ആ വസ്ത്രം കാണുമ്പോൾ നമ്മൾ അതിനെ ഷർട്ടെന്നോ മുണ്ടെന്നോ സാരിയെന്നോ ബ്ലൗസെന്നോ പാൻറ്റെന്നോ നിക്കറെന്നോ ഒക്കെ പറയും, പവാട എന്നൊക്കെ പറയും. പക്ഷെ അതൊക്കെ നമ്മൾ ശരിക്കും നോക്കുകയാണെങ്കിൽ അതെല്ലാം വസ്ത്രം തന്നെയാണ്. ആ വസ്ത്രം യഥാർത്ഥത്തിലുള്ളതാണ്. നമ്മൾ നഗ്നത മറയ്ക്കുവാൻ വേണ്ടി ഡ്രസ്സ് ധരിക്കുന്നുണ്ട്, വസ്ത്രധാരണം നടത്തുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ വസ്ത്രം വെറും തോന്നലല്ല, വസ്ത്രമുള്ളത് തന്നെയാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇവിടെ ബ്രഹ്മമല്ലാതെ മറ്റൊന്നുമില്ല, ഉള്ളതെല്ലാം ബ്രഹ്മമാകുന്നു, മറ്റുള്ളതെല്ലാം ബ്രഹ്മത്തിൽ നിന്നുമുണ്ടായ വിവർത്തങ്ങൾ പ്രതീതികളായി അനുഭവപ്പെടുകയാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതിനെ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് എന്നാണ് ഗുരുദേവൻ ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ആദ്യം ഗുരു പറയുന്നത് ഈ വസ്ത്രത്തെ ഇഴപിരിച്ച് പരിശോധിക്കാനാണ്. ഏതൊരു വസ്ത്രവും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനെ ഇഴപിരിച്ച് പരിശോധിച്ചാൽ ഊടും പാവുമായി നെയ്തു വെച്ചിരിക്കുന്ന നൂലുകളെല്ലാം വേർപെടുത്തിയെടുത്താൽ അതൊരു കൂട്ടം നൂലായി മാറും. അപ്പൊ വസ്ത്രം ഇഴപിരിച്ചാൽ കിട്ടുന്നത് നൂലാണ്. അപ്പൊ ഈ നൂലിനെ വീണ്ടും നമ്മൾ ഇടപിരിച്ചാൽ അത് പഞ്ഞിയായി മാറും. കാരണം പഞ്ഞി അത് നൂല് രൂപത്തിൽ ആക്കിയാണ് വസ്ത്രം നെയ്യുന്നത്. വസ്ത്രത്തെ അത് ഇഴപിരിക്കുന്നു, ആ ഇഴപിരിച്ച് കിട്ടിയ നൂലിനെ വീണ്ടും ഇഴപിരിച്ചാൽ പഞ്ഞി കിട്ടും. അപ്പൊ ആ പഞ്ഞിയെ വീണ്ടും നമ്മൾ പഞ്ഞിയുടെ സ്വത്വസ്വരൂപതയെ പറ്റി ഒരു അന്വേഷണം നടത്തിയാൽ നമ്മളുടെ അന്വേഷണം ചെന്നെത്തുന്നത് പരുത്തിച്ചെടിയിലായിരിക്കും. കോട്ടൺ തുണിയുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. മറ്റുള്ള തുണികളൊക്കെ നമ്മൾ കൃത്രിമ നൂലുകൾ ഉണ്ടാക്കുന്നുണ്ട്. ആ കൃത്രിമ നൂലുകളുടെ ഉറവിടം തേടാൻ വേണ്ടിയിട്ട് അങ്ങനെ അന്വേഷിക്കുമ്പോൾ അതും ആ നൂലുണ്ടാക്കാൻ ഉപയോഗിച്ച വസ്തുക്കളുടെ നേർക്കായിരിക്കും നമ്മൾ അന്വേഷിച്ചത്. അത് ഇവിടെ ഗുരു പറഞ്ഞിരിക്കുന്നത് കോട്ടൺ തുണിയുടെ കാര്യമാണ്. അതുകൊണ്ട് നമ്മളിവിടെ പറയുന്നത് പഞ്ഞി. ആ പഞ്ഞിയെ വീണ്ടും അതിൻ്റെ ഉറവിടം തേടി അന്വേഷണം നടത്തിയാൽ നമ്മുടെ അന്വേഷണ ബുദ്ധി പരുത്തിച്ചെടിയിൽ ചെന്നെത്തും. അപ്പോൾ ഈ പരുത്തിച്ചെടിയിൽ ചെന്നെത്തുമ്പോൾ പരുത്തി എന്ന് പറയുന്നത് ഒരു സസ്യമാണ്, അതൊരു ചെടിയാണ്. അത് വളർന്ന് അതിൽ നിന്നുണ്ടാകുന്ന കായ പൊട്ടി ഉണ്ടാകുന്ന സാധനമാണ് പഞ്ഞി എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ വീണ്ടും അന്വേഷിക്കുകയാണ് ഈ പരുത്തിയില് പഞ്ഞി ഉണ്ടാകുന്നത് എങ്ങനെയാണ്, പരുത്തി ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്ന് അന്വേഷിച്ചാൽ അത് സൃഷ്ടിയുടെ ആദികാരണത്തിലേക്ക് നമ്മളുടെ ബുദ്ധിയെ നയിച്ചു കൊണ്ടുപോകും. അപ്പൊ ഇവിടെ ഓരോന്നും ഉണ്ടാകുന്നത് എങ്ങനെയാണ്, ഓരോ ജീവജാലങ്ങളും സസ്യങ്ങളും ജന്തുക്കളും മൃഗങ്ങളും പക്ഷികളും
മനുഷ്യനുമൊക്കെ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു അന്വേഷണമായി അത് മാറി. അങ്ങനെ അന്വേഷിച്ച് നമ്മുടെ അന്വേഷണം പുരോഗമിക്കുമ്പോൾ ആ അന്വേഷണ ബുദ്ധി ജീവകാരണമായി തീരുന്ന ആദിമൂല ഭൂതപ്രഘാതത്തിൽ എത്തുമെന്നാണ് ഗുരു ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആദിമൂല ഭൂതപ്രഘാതം എന്ന ആ പ്രയോഗം അത് സംസ്കൃത ചേരുവയുള്ള ഒരു പ്രയോഗമാണ്. എന്നാൽ അതെല്ലാം മലയാളത്തിലേക്ക് സ്വാംശീകരിക്കപ്പെട്ട പദങ്ങളുമാണ്. ആദിമൂലം എന്ന് പറയാൻ ആദി കാരണം എന്നാണ്. ആദി കാരണം എന്ന് പറയാൻ ജീവസന്ധാരണത്തിന് കാരണമായി തീരുന്ന ആദ്യത്തെ പ്രാഥമിക ആ ഒരു ഘട്ടത്തെയാണ്. അത് നമുക്ക് അറിയാം. ജീവൻ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ പ്രാപഞ്ചികതയിൽ കാണപ്പെടുന്ന ശക്തി ചൈതന്യം അത് പ്രത്യേക സാഹചര്യത്തിൽ ഊഷ്മാവിൻ്റെയും സമ്മർദ്ദത്തിൻ്റെയും ശൈത്യത്തിൻ്റെയും ഒക്കെ സ്വാധീനത്താൽ അവിടെ ജീവ അണുക്കൾ അല്ലെങ്കിൽ അതിന് പറയുന്നത് ജീവബീജങ്ങളെന്നാണ്. ആ ജീവബീജങ്ങളായി പരിണാമപ്പെടും. അത് വീണ്ടും ആ ജീവനെല്ലാം നമ്മൾ ഇഴ പിരിച്ചങ്ങ് പരിശോധിച്ച് നോക്കുമ്പോൾ അതൊന്നും ജീവചൈതന്യം ഇല്ലാത്ത വസ്തുക്കളിലാണ് ചെന്നെത്തുന്നത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ മുൻ ശ്ലോകങ്ങളൊക്കെ പഠിച്ചപ്പോൾ മുൻ കൃതികളിലൊക്കെ പറഞ്ഞതാണ്. താമ്പൂല ചർവണം നടത്തുന്ന സമയത്ത് വെറ്റിലയിൽ ചുണ്ണാമ്പ് തേച്ച് പാക്ക് ചേർത്ത് ചവയ്ക്കുമ്പോഴാണ് അതിൻ്റെ നീരിന് ഈ താമ്പൂല നീരിന് ചുവപ്പ് നിറം വരുന്നത്. പക്ഷേ അത് മൂന്നും കൂടെ ചവച്ചരച്ചില്ല എങ്കിൽ ആ താമ്പൂല നീരിന്റെ നിറം അങ്ങനെ സംഭവിക്കില്ല എന്ന് പറയുന്നത് പോലെയാണ്. അപ്പൊ അവിടെ നമ്മൾ ഈ മൂന്ന് വസ്തുക്കളെയും മൂന്നായി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചവച്ചരച്ചാൽ ആ ചുവപ്പ് നിറം കിട്ടില്ല എന്ന് പറയുന്നത് പോലെയാണ് പ്രാപഞ്ചികമായ വ്യത്യസ്ത ഘടകവസ്തുക്കൾ അവ ഈ ജീവചൈതന്യം പേറുന്ന ബീജങ്ങളായി മാറുന്ന പ്രക്രിയ അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പൊ അത് അങ്ങനെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഈ പരുത്തിച്ചെടി എന്ന് പറയുന്ന വിവിധങ്ങളായ ചെടികളുടെ കൂട്ടത്തിൽ ഒരു ഇനമായി മാറുന്നു. അത് ഈ ഭൂമിയിൽ തന്നെയുള്ള ധാതു വസ്തുക്കളും അതുപോലെ മറ്റ് പോഷക ഘടകങ്ങളൊക്കെ എടുത്താൽ അതെല്ലാം ഇവിടെയുള്ള ഈ ഭൂമിയിലെ പല പല സൂക്ഷ്മ ഘടക വസ്തുക്കളാണ്. അതിനെ ആഗിരണം ചെയ്ത് ആ ചെടി വളരുന്നു. ആ ചെടി വളരുമ്പോൾ അതിൻ്റെ പ്രകൃതമനുസരിച്ച് അതിലുണ്ടാകുന്ന കായ്ക്കകത്ത് പഞ്ഞിയാണ് ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഇവിടെയുള്ള മൊത്തത്തിലുള്ള ജീവ പ്രകൃതിയെക്കുറിച്ചുള്ള അറിവ് നേടാനുള്ള ഒരു അഭിവാഞ്ച നമ്മുടെ മനസ്സിൽ ഉദിക്കുകയും അങ്ങനെ നമ്മൾ നമ്മുടെ അന്വേഷണത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയും നമ്മൾ ഈ ജീവലോകത്തിൻ്റെ ഒക്കെ രഹസ്യങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യും. അതുപോലെ അറിവിനെ വിടർത്തി അറിയുന്നതിനും അത് സാംശീകരിക്കുന്നതിനും ഒക്കെ നമുക്ക് സാധിക്കുകയും ചെയ്യും. അപ്പൊ ഇതെല്ലാം അറിവിന്റെ രൂപത്തിലാണ് നമ്മുടെ മനസ്സിൽ വെളിപ്പെട്ട് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഗുരു പറഞ്ഞിരിക്കുന്ന ഇതാണ്, നമ്മൾ ഈ നഗ്നത മറയ്ക്കുന്നതിനും അതുപോലെ ശരീര സംരക്ഷണത്തിനും വേണ്ടി ധരിക്കുന്ന വസ്ത്രം, ആ വസ്ത്രം ശരിക്കും നമ്മുടെ അനുഭവത്തിൽ അത് ഉണ്മയുള്ളതായി തോന്നുന്നു, യാഥാർത്ഥ്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അതിനെ നമ്മൾ ഇഴവിരിച്ച് പരിശോധിച്ച് ചെല്ലുമ്പോൾ അത് സൂക്ഷ്മ ഘടകങ്ങളായിരുന്നു അതിൻ്റെ ആദികാരണ മൂലപ്രഘാത വേളയിൽ. അപ്പൊ ആദികാരണ മൂലപ്രഘാതം എന്ന് പറയുന്ന ഒരു വസ്തു ആ വസ്തുവായി ഉരുവപ്പെടുന്നതിന് മുമ്പ് അതിൻ്റെ ആ ഉറവിടത്തിൻ്റെ ആദ്യഘട്ടത്തിൽ അതെന്തായിരുന്നു എന്നുള്ള പരിശോധന. ആ സമയത്താണ് അവിടെ ചില സൂക്ഷ്മങ്ങളായ ഘടകവസ്തുക്കളുടെ ചേരുവയിൽ നിന്നുമാണ് അത് ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാകുന്നത്. അതാണ് ഗുരു നമ്മളോട് പറഞ്ഞു തരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതെല്ലാം സൂക്ഷ്മമായ ഘടകങ്ങൾ ആയിരുന്നു നമ്മൾ ധരിക്കുന്ന വസ്ത്രം എന്ന് മനസ്സിലാക്കുമ്പോൾ അത് ഈ വസ്ത്രത്തെയും അറിവിന്റെ രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അത് ബോധതലത്തിലാണ് ആ വസ്ത്രത്തിന്റെ ഉണ്മ സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യമാണ് ഗുരു ഇവിടെ സമർത്ഥിക്കുന്നത്. അതാണ് ആത്മോപദേശ ശതകത്തിൽ ഗുരു പറയുന്നത്, അറിവിലും ഏറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലുമൊത്തു പുറത്തു മുജ്വലിക്കും എന്നാണല്ലോ
എന്നിട്ട് ഉദ്ധരിക്കുന്ന കരുവിന് കണ്ണുകൾ 5 ഉള്ളടക്കി തെരുതര വീണു വണങ്ങി ഓതിയിടണം എന്ന് പറഞ്ഞിരിക്കുന്നത് തന്നെ ഇവിടെ ഈ വിശദീകരണം ആ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ അറിവിലും ഏറുക എന്നുള്ളതിന് 2 തരത്തിലാണ് വ്യാഖ്യാനം നൽകാൻ കഴിയുന്നത്. ഒന്ന്, അറിവിനേക്കാൾ കൂടിയ അറിവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ അറിഞ്ഞു വച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ അതിനെക്കുറിച്ച് അറിയുക എന്നർത്ഥവും വരും. പിന്നെ അറിവിലും ഏറി അറിയുക എന്ന് പറഞ്ഞാൽ അറിവിലങ്ങ് നമ്മൾ പ്രവേശിച്ച്, അത് ഏറുക എന്നുള്ളതിന് കയറുക എന്നൊരർത്ഥമുണ്ട്. അറിവിൽ കയറി അറിയുക എന്നാണ്, എന്ന് പറഞ്ഞാൽ അറിവായി മാറുക എന്നാണ്. അപ്പൊ നമ്മളും ശരിക്കും നമ്മുടെ സ്വത്വസ്വരൂപതയും അറിവിന്റെ രൂപത്തിൽ തന്നെയാണുള്ളതാണ്. ഈ ത്രിപുടി ഇല്ലാത്ത അവസ്ഥ, പിന്നെ ജ്ഞാനം, ജ്ഞേയം, പിന്നെ അതിൻ്റെ അതായത് അറിവിന് 3 പ്രക്രിയ വരുന്നത്. ഒന്ന്, അറിവ് എന്ന് പറയുന്ന ആ ഒരു ഇത്. പിന്നെ അതിൻ്റെ അറിയൽ പ്രക്രിയയുണ്ട്. പിന്നെ അറിയുന്ന ആൾ, ജ്ഞാതാവ് എന്ന് പറയും. അപ്പൊ ജ്ഞാതാവ്, ജ്ഞാനം, ജ്ഞേയം എന്നീ 3 അവസ്ഥ ഇല്ലാത്ത അറിവ് മാത്രമായി ശേഷിക്കുന്ന അവസ്ഥയ്ക്കാണ് ത്രിപുടി മുടിഞ്ഞ അവസ്ഥ എന്ന് പറയുന്നത്. അത് ഗുരുവിൻ്റെ മറ്റ് കൃതികളിൽ നമ്മൾ പ്രത്യേകിച്ചും ജനനി നവരത്നമഞ്ജരിയുടെ ക്ലാസ് എടുത്ത സമയത്ത് അത് പഠിച്ചതാണ്. അപ്പൊ അതൊക്കെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അപ്പൊ ഇവിടെ മൊത്തത്തിൽ ഗുരു ഈ വസ്ത്രത്തിന്റെ ഉണ്മ എങ്ങനെയാണ് പരിശോധിച്ചറിയേണ്ടത് എന്നും, അപ്പൊ അങ്ങനെ പരിശോധിച്ചറിഞ്ഞ് കഴിയുമ്പോൾ അത് ബോധതലത്തിൽ മാത്രം അറിവായി അവശേഷിക്കുന്നു എന്നുമാണ് ഇവിടെ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. എന്നിട്ട് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ ആ ഒരു മരുഭൂമിയിലെ ജലപ്രവാഹത്തെ ഇവിടെയും ഗുരു സ്പർശിക്കുന്നുണ്ട്, പരാമർശിക്കുന്നുണ്ട്. മരുഭൂമിയിൽ പ്രതീതമാകുന്ന വെള്ളം പോലെ തന്നെ ഇവിടെയുള്ള സർവ്വതും നമ്മുടെ ബോധതലത്തിൽ വിരാജിക്കുന്നു. അങ്ങനെ വിരാജിക്കുന്ന അറിവാകുന്നു ഇതെല്ലാം എന്നാണ് മനസ്സിലാക്കി തരുന്നത്. മനസ്സിൽ വസ്ത്രത്തിന്റെ രൂപകൽപ്പന ആദ്യമുണ്ടാകുന്നത് അറിവിന്റെ രൂപത്തിലാണ്. എന്നിട്ട് തുടർന്ന് ആ അറിവിനെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളും ഉത്സാഹപൂർവ്വമുള്ള പ്രവർത്തനങ്ങളുമാണ് വസ്ത്രം എന്ന വസ്തുവിനെ ഉള്ളതാക്കി തീർക്കുന്നത്, അല്ലെങ്കിൽ യാഥാർത്ഥ്യമാക്കി തീർക്കുന്നത്. അപ്പൊ അവിടെയും നമ്മൾ ആ രീതിയിൽ ചിന്തിക്കുമ്പോഴും വസ്ത്രം അറിവിന്റെ രൂപത്തിലാണ് ഉണ്ടാകുന്നത്. ആദ്യം ബോധതലത്തിൽ ഈ വസ്ത്രത്തെക്കുറിച്ച് നമുക്കൊരു ഭാവനയുണ്ടാകുന്നു. ആ ഭാവനയാണ് പിന്നീട് അത് വസ്ത്രരൂപത്തിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ മുമ്പേ ഇടവിരിച്ച് പരിശോധിച്ച തരത്തിൽ പഞ്ഞിയിൽ നിന്നാണ് വസ്ത്രം, പക്ഷെ പഞ്ഞിയിൽ നിന്ന് വസ്ത്രം തുടങ്ങുന്നു. പക്ഷെ അതിൻ്റെയും കാരണം തേടി പിന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ അത് സൂക്ഷ്മരൂപികളായ ഘടകവസ്തുക്കളാണ്, ആദിമൂലഭൂതപ്രഘാതമാണ് എന്ന് മനസ്സിലാക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ആത്യന്തികമായി ഏതൊരു വസ്തുവിൻ്റെയും ഉണ്മ അറിവിന്റെ രൂപത്തിൽ തന്നെയാണ് ശേഷിക്കുന്നത്. അറിവിന്റെ രൂപത്തിലല്ലാതെ മറ്റൊരു രൂപത്തിലും ഒരു വസ്തുവിൻ്റെയും സ്വത്വസ്വരൂപത അല്ലെങ്കിൽ ഉണ്മ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. അറിവല്ലാതെ മറ്റൊന്നും തന്നെ ഇവിടെ ഇല്ല എന്നാണ് ഇവിടെയും ഉദാഹരണ സഹിതം ഗുരുദേവൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇത്രയുമാണ് ഈ ശ്ലോകത്തെക്കുറിച്ച് വിശദീകരിക്കുവാനുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം വിജയിക്കട്ടെ.